بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. والمؤمنون والمؤمنات بعضهم أولياء بعض، يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله، أولئك سيرحمهم الله. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: الراحمون يرحمهم الرحمن، ارحموا من في الأرض يرحمكم من في السماء، أو كما قال. صدق رسول الله صلى الله عليه وسلم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, റബീഉൽ അവ്വലിന്റെ ഏറ്റവും നല്ല രാപ്പകലുകൾക്കു ശേഷം രണ്ടാമത്തെ റബീഉ സമാഗതമായ ഏറ്റവും നല്ല ഈ സമയത്ത്, എല്ലാ സമയങ്ങളും നല്ലതാണ്. സമയത്തിന് യാതൊരു തകരാറുമില്ല. ആ സമയം ഉപയോഗപ്പെടുത്തുന്നത് നല്ല വിഷയങ്ങളിലാണെങ്കിൽ എല്ലാ സമയങ്ങളും നല്ലതാണ്. സയ്യിദ് അവർകൾ പ്രാർത്ഥന കൊണ്ട് ആരംഭിച്ച ഈ ചടങ്ങിൽ സിറാജുദ്ദീൻ സഖാഫിയും നമ്മുടെ സഈദ് ഇർഫാനിയും നേതൃത്വം നൽകുന്ന ബൃഹത്തായ ഈ സംവിധാനങ്ങൾ എന്താണ് എന്ന് അറിയാനും നല്ല ജീവിതം കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകാനുമെല്ലാം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത്, ധാരാളം പോരായ്മകൾ എനിക്കുണ്ട്. ആ പോരായ്മകൾ പരിഹരിച്ച് കൂടുതൽ നന്മയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ആ ഒരു നിയ്യത്ത് ഉണ്ടായാൽ നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഈ പ്രവർത്തനവും അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു അമലായി മാറും. ധാരാളം സഹോദരിമാർ ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട്. റോഡിന്റെ സൈഡിൽ ഉള്ള ആളുകൾ മെല്ലെ ഈ മജ്ലിസിലേക്ക് വരുമ്പോൾ ഈ സ്ഥാപനത്തിലെ മുതഅല്ലിമീങ്ങൾ അവർക്ക്
സൗകര്യം ചെയ്തുകൊണ്ട് അവരൊക്കെ വലഭാഗത്തേക്ക് ഇരുന്നാൽ ഇടത് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടാകും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം രണ്ടു ജീവിതത്തിലെയും വിജയങ്ങളാണ്. സഅദത്തു ദാറൈനി, രണ്ടു വീട്ടിലും വിജയിക്കുക. രണ്ട് വീട് നമുക്ക് ഉണ്ട്. ഒന്ന് നമ്മുടെ ഈ ഭൗതിക ലോകം, മറ്റൊന്ന് നമ്മുടെ മരണത്തിനു ശേഷമുള്ള ലോകം, പരലോകമെന്നും അതിന് പറയും. ഇഹലോകം, പരലോകം, ഒന്നാം ലോകം, രണ്ടാം ലോകം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ രണ്ട് ജീവിതത്തിൽ ഒന്നാമത്തെ ജീവിതത്തിൻ്റെ പിരീഡുകൾ തീർന്നുകൊണ്ടിരിക്കുന്നവർ ആണ് നാം എല്ലാവരും. ഒരുപക്ഷെ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ പോകാനുള്ള ഓർഡർ കിട്ടിയാൽ പോകേണ്ടവരാണ്. വളരെ പെട്ടെന്നാണ് രണ്ടാം ജീവിതത്തിലേക്കുള്ള കടലാസുകൾ കിട്ടുക. ഒന്നാമത്തെ ജീവിതം അവസാനിക്കുന്നിടത്ത് രണ്ടാമത്തെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ഗ്യാപ്പില്ല. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ഈ രണ്ട് വിഷയങ്ങളെപ്പറ്റി ബോധവാന്മാരാകണം. ഈ ജീവിതത്തെ വെറുതെ കളയാൻ പാടില്ല. നേരത്തെ സ്വാഗത ഭാഷണത്തിലും പിന്നീട് ഉള്ള അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം പറഞ്ഞു, വളർന്നു വരുന്ന കുട്ടികൾക്ക് പരിശീലനങ്ങൾ നൽകി അവരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഒരുമത്തെരുവിലെ ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുമത്തെരുവല്ലേ? അങ്ങനെ പേര് മാറ്റുകയാണ്. എങ്ങനെ പേരൊന്ന് പറയലാരും? ഒരുമത്തെരുവ്. ഈ എന്നുള്ളത് ഓന്നാക്കിയാൽ മതി. അപ്പം വളരെ റാഹത്തായി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഗൂഡല്ലൂർ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ കെണിവയൽ തന്നെ ഈ സ്ഥലം, അപ്പം അവിടെയുള്ള പ്രവർത്തകന്മാരുമായിട്ട് സംസാരിച്ച് അവിടെ പേര് ഗുണവയൽ എന്നാക്കി മാറ്റി. അങ്ങനെ പിന്നീട് KSRTC ഒക്കെ അങ്ങനെ പിന്നെ വരുന്നത് ഗുണവയൽ. അപ്പൊ ചിലപ്പോ അങ്ങോട്ട് റെഡിയായി കിട്ടിയാലോ അല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ട് ഒരു നല്ല പേര് വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. ഒരുമയുടെ ഒരു അങ്ങാടിയായിട്ടാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ ജീവിതത്തെ നാം ശരിക്ക് ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഇവിടെയും ഗുണമാണ്, അവിടെയും ഗുണമാണ്. ഇവിടെ നമ്മൾ നന്നാക്കി എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഇസ്ലാം എന്നത്. ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജീവിതത്തെ നന്നാക്കുക, മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കുക. അങ്ങനെ രണ്ടു ലക്ഷ്യങ്ങളാണ്. ഇവിടെ അങ്ങനെയൊക്കെ മതി, മരണാനന്തരം മാത്രം ഉഷാറായാൽ മതി എന്ന ചിന്തയല്ല. സൂറത്തുൽ ബഖറയിലെ 201-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, وَمِنَ النَّاسِ مَن يَقُولُ رَبَّنَا آتِنَا فِي الدُّنْيَا وَمَا لَهُ فِي الْآخِرَةِ مِنْ خَلَاقٍ وَمِنْهُمْ مَن يَقُولُ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ أُولَئِكَ لَهُمْ
നസീബും മിമ്മാ കസബൂ വല്ലാഹു സരീഉൽ ഹിസാബ്. സൂറത്തുൽ ബഖറയിലെ 201-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ജനങ്ങൾ രണ്ട് വിഭാഗമാണ്. ഒരു വിഭാഗം ആളുകൾ ഈ ഭൗതിക ജീവിതത്തിൽ നന്മ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതുമാത്രം ലക്ഷ്യമാക്കുകയും ചെയ്യുന്നവർ. മറ്റൊരു വിഭാഗം ആളുകൾ ഇവിടെയും ഞങ്ങൾക്ക് ക്ഷേമം തരണമേ, മരണത്തിനു ശേഷമുള്ള ജീവിതത്തിലും ക്ഷേമം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ. ഈ രണ്ടാമത്തെ കക്ഷികളായിട്ടാണ് നാം ജീവിക്കേണ്ടത്. അത് രണ്ടിനും ഒരു അധ്വാനമേ ഉള്ളൂ. ഒരു അധ്വാനം കൊണ്ട് രണ്ടും കിട്ടും. ഇരട്ടി പ്രതിഫലങ്ങൾ ലഭിക്കുന്ന രൂപത്തിലാണ് ഇസ്ലാമിന്റെ കർമ്മങ്ങളെ ക്രമീകരിച്ചിട്ടുള്ളത്. ഏതു പാപിയായ മനുഷ്യനും നിരാശപ്പെടാതിരിക്കാനുള്ള എല്ലാ വഴികളും ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. യാ ഇബാദിയല്ലദീന അസ്റഫൂ ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷ ഉള്ള ആയത്താണ് ഈ ആയത്ത്. ഈ ഒരായത്ത് ഇല്ലെങ്കിൽ നിരാശ വന്നു പോകും. ഈ ആയത്ത് കൊണ്ടാണ് ഒരു മനുഷ്യന് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിത്തീരുന്നത്. നമുക്കും എല്ലാവർക്കും ഈ വചനം വല്ലാത്ത പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ആത്മഹത്യ ചെയ്യുകയില്ല. ഉറക്കം വരാത്ത ആളുകൾ ഗുളിക കഴിച്ച് ഉറങ്ങുന്നത് ഇന്ന് പതിവായി മാറിയിരിക്കുന്നു. ഒരു ഗുളികയും കഴിക്കാതെ ഉറങ്ങാൻ കഴിയുന്ന നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. ഗുളിക കഴിച്ചാൽ മാത്രം ഉറക്കം വരുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അവനെ അപേക്ഷിച്ച് നമുക്ക് ഉറങ്ങാൻ കഴിയുന്നത് ഈ വചനത്തിന്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളിൽ തങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഖുർആനിൽ നിന്ന് ലഭിച്ചതാണ്, ഇസ്ലാമിൽ നിന്ന് ലഭിച്ചതാണ്. ഇതര മതക്കാരായ ആളുകൾക്ക് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്നാണ് അവർക്കും ഈ ഒരു പ്രതീക്ഷ ലഭിച്ചിട്ടുള്ളത്. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് പാപം ചെയ്തിട്ടുള്ള ജനങ്ങളെ, വ്യഭിചാരമോ മദ്യപാനമോ ദ്രോഹങ്ങളോ തെറ്റുകളോ കുറ്റങ്ങളോ പാപങ്ങളോ ചെയ്തു പോയിട്ടുള്ള ആളുകൾ നിരാശപ്പെടരുത്. അവരെ വിഷം കഴിച്ച് മരിക്കാൻ തീരുമാനമെടുക്കരുത്. അവര് സ്വന്തം നാട് വിട്ട് മറ്റെങ്ങോട്ടോ പോയിക്കളയരുത്. ഭാര്യയെയും മക്കളെയും കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് വണ്ടിക്ക് തലവെക്കാൻ പോകരുത്. എല്ലാം കേൾക്കുന്ന ഒരല്ലാഹു ഉണ്ട്, എല്ലാം അറിയുന്ന ഒരല്ലാഹു ഉണ്ട്. ആ അല്ലാഹു നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവൻ നമ്മെ സ്വീകരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധാരാളം പാപം ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പിന്നീട് രക്ഷപ്പെടാനുണ്ടായ കാരണം ഏറ്റവും വലിയ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞപ്പോൾ ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ്, പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് രക്ഷാമാർഗം കാണിച്ചു തരണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴി കാണിച്ചു കൊടുത്തു. ഉമർ നന്നായി,
എത്ര ആളുകൾ അങ്ങനെ നന്നായവരുണ്ട്. ആ പട്ടികയിൽ ഇൻഷാ അല്ലാഹ് എനിക്കും ഉൾപ്പെടാൻ സാധിക്കും. ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് ധാരാളമായി ചൊല്ലട്ടെ. മഹ്ളറത്തുൽ ബദ്രിയയിൽ കൃത്യമായി ഞാൻ പങ്കെടുക്കും. ഒരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയാൽ കഴിഞ്ഞ കാലത്തുള്ള എല്ലാ പാപങ്ങളും കർത്താവായ അല്ലാഹു മാപ്പ് ചെയ്തു തരും. ചൂരൽമലയിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ട്രാജഡി ചാനലുകളിലൂടെ നാട്ടിലുള്ള എല്ലാവരും കാണുകയായിരുന്നു. മതങ്ങളുടെ വ്യത്യാസമൊന്നുമില്ലാതെ മനുഷ്യർ ഒലിച്ചുപോയ ആ സംഭവം പിന്നീട് ഡെഡ് ബോഡികൾ കിട്ടി, പൂർണ്ണമായി കിട്ടി, ഭാഗികമായി കിട്ടി. ഒരു ചെറിയ വിരൽ മാത്രം ലഭിച്ചവർ അങ്ങനെ അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ചില പരിശോധനകളെല്ലാം നടത്തി അത് മറവു ചെയ്യുന്ന രംഗം. എല്ലാ മതത്തിലും പെട്ട ആളുകൾ ഒരേ സ്ഥലത്ത് മറവു ചെയ്യപ്പെടുകയാണ്. വ്യത്യസ്ത കുഴികളിൽ ഓരോ കുഴിയുടെയും ആഴം, ഒരാൾ ആ കുഴിയിൽ എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തിയാൽ എത്ര ഉയരമുണ്ടോ അത്രയാണ് ആ ഖബറിന്റെ ആഴം വേണ്ടത്. ആ ഖബറിലേക്ക് ഡെഡ് ബോഡികൾ എടുത്തു വെച്ചു. 3 പിടി മണ്ണ് എല്ലാവരുടെയും ഖബറിൻ പുറത്ത് ആ മണ്ണ് എറിഞ്ഞു. മിൻഹാ ഖലഖനാക വഫിഹാ നുഈദുക വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. 3 പിടി മണ്ണ് വാരി എറിഞ്ഞു. അതിനുശേഷം അവിടെ ഒരു പ്രാർത്ഥന നടന്നു. ആ പ്രാർത്ഥനയിൽ മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയും ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയും ഹിന്ദുക്കളുടെ പ്രാർത്ഥനയുമെല്ലാം അവിടെ നടന്നു. ചാനലിൽ അതെല്ലാം നമ്മൾ കണ്ടു. എല്ലാവരുടെയും പ്രാർത്ഥന ഒരേ ക്രമത്തിലാണ്. ക്രിസ്ത്യാനികൾ അവരുടെ അച്ഛൻ ആ കുഴിമാടത്തിന് മുൻപിൽ നിന്നുകൊണ്ട് പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഹൈന്ദവ മഹർഷിമാർ വന്ന് പ്രാർത്ഥിച്ചു, മാപ്പ് ചെയ്തു കൊടുക്കണമേ. മസ്ജിദുകളിൽ പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്ന മുസ്ലിം പണ്ഡിതന്മാർ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, പുറത്തു കൊടുക്കണമേ, കൃപ ചെയ്യണമേ. അപ്പോൾ മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള വഴി ജീവിതകാലത്ത് നാം തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യം കിട്ടുകയില്ലെന്ന് നിരാശപ്പെടരുത്. അത് കിട്ടും, ഉറപ്പാണ്. പക്ഷെ എന്ത് വേണം? ഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും, ഖുർആൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾ ചെയ്യണം. എന്നാൽ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ നിങ്ങൾക്കും ചെയ്തു തരും. ബൈബിൾ പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് ചേരുക, ദൈവം നിങ്ങളോട് ചേരും. ഖുർആൻ പറഞ്ഞു, ഔഫു ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും ഇൻ തൻസുറുല്ലാഹ യൻസുർകും വയുസബ്ബിത് അഖ്ദാമകും. നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അല്ലാഹുവിന്റെ മതത്തെ നിങ്ങൾ സഹായിച്ചാൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ കുട്ടികളെ വളർത്തുന്ന ഈ ഐശോർ സ്ഥാപനത്തെ നിങ്ങൾ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ബേജാറാകേണ്ട ആവശ്യമില്ല. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ
വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ, നിസ്കരിച്ചാൽ, നോമ്പെടുത്താൽ, സമ്പന്നരായ ആളുകൾ ജീവിതത്തിൽ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ, ഒരു ഉംറ നിർവഹിച്ചാൽ, സമ്പത്തിന്റെ 2.5% ഓരോ വർഷവും സാധുക്കൾക്ക് നൽകിയാൽ, യജ്അൽ ലഹു മഖ്റജ, അവന്റെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. അവന്റെ കടങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തും. അവന് വീടില്ലെങ്കിൽ അല്ലാഹു അവന് വീട് നൽകും. അവന് മക്കളില്ലെങ്കിൽ അല്ലാഹു അവന് മക്കളെ നൽകും. മക്കളെ അവൻ നൽകുന്നതിൽ നമുക്ക് ഖൈറുണ്ടെങ്കിൽ നമുക്ക് മക്കളെ തരും. നമുക്ക് ഖൈറില്ലെങ്കിൽ മക്കളെക്കാൾ ഉപകാരമുള്ള, മക്കൾക്ക് തുല്യമായത് നമുക്ക് തരും. ചിലപ്പോൾ ജ്യേഷ്ഠന്റെ മകൻ, ചിലപ്പോൾ അനുജന്റെ മകൻ, ചിലപ്പോൾ അയൽവാസിയുടെ മക്കൾ. അങ്ങനെയുള്ളൊരു ക്രമീകരണമാണ്. ഫാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇന്നലെ ആരോ കുറെ ഫാഷൻ ഫ്രൂട്ട് എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ, ഞങ്ങൾ വീട്ടിൽ ഇന്നലെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ആ വരാന്തയിൽ ഒരു പൊതിയാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആർക്കോ തോന്നിയതാണ്. അൽഹംദുലില്ലാ. ഞാനിത് മെല്ലെ പൊട്ടിച്ച് അതിങ്ങനെ തുറന്നു നോക്കുമ്പോ വല്ലാത്തൊരു സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഏറ്റവും മുകളിലുള്ള ആ കവറിങ്, നല്ല കട്ടിയുള്ള ഒരു കവറിങ്. ആ കവറിങ് കൊണ്ട് പൊട്ടിച്ചു നോക്കിയാൽ അതിന്റെ ഉള്ളില് എന്തൊരു നല്ല ക്രമീകരണം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിൻ നഹാരി وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. സൂറത്തു ആലി ഇംറാനിലെ ഈ 2 വചനങ്ങൾ എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം ഓതൽ സുന്നത്താണ്. അതോതിയാൽ കടം വീടും. അത് പാരായണം ചെയ്താൽ നിനക്ക് ഈ ഭൗതിക ലോകത്ത് ഉപകാരപ്പെടുന്ന സാധനങ്ങളൊക്കെ അല്ലാഹ് നിനക്ക് തരും. അധികാരം കൊണ്ട് ഖൈറുള്ളവന് അല്ലാഹ് അധികാരം നൽകും. അധികാരം എടുത്തു കളയുന്നതിൽ ഖൈറുള്ളവന്റെ അധികാരത്തെ എടുത്തു കളയും. അങ്ങനെ എല്ലാ ഗുണങ്ങളും അല്ലാഹു തആല മനുഷ്യന് നൽകുന്നു. അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഈ ചെറിയ ഫ്രൂട്ട്സ്. അതിങ്ങനെ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരാശയം, ഇന്ന് അനുഭവപ്പെട്ട ഒരാശയം ഞാൻ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞതാണ്. ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നു. ജീവനുള്ള കോഴിയുടെ വയറ്റിൽ നിന്ന് കോഴിമുട്ട പുറത്തു വരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഉണ്ടോ? മഹാനവർകൾ ഒരു കോഴിമുട്ട എടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കോഴിമുട്ടയെ പറ്റി നീ ഗവേഷണം നടത്തിയാൽ നിനക്ക് സൃഷ്ടാവായ അല്ലാഹുവിൽ എത്താം. സയൻസ് പഠിച്ചാൽ മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കും. കോഴിമുട്ടയുടെ സയൻസ്, ബയോളജി പഠിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. ടെക്നോളജി പഠിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. സുവോളജി പഠിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. ബോട്ടണി പഠിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ട് മക്കളെ, ഞാൻ ഈ സമയത്ത് നിങ്ങൾ ഉണർത്തുകയാണ്, നിരാശ വേണ്ട. ഒരു പെണ്ണിനും നിരാശ വേണ്ട, ഒരു പുരുഷനും നിരാശ വേണ്ട.
നിരാശ ഏറ്റവും കുറവുള്ള ഒരു സമുദായമാണ് മുസ്ലിമീങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ലകൾ ഏതെല്ലാമാണ്? ആത്മഹത്യ ഏറ്റവും കുറവുള്ള ജില്ലകൾ ഏതാണ്? സർവേ നടത്തിയപ്പോൾ കണ്ടെത്തിയത് ആത്മഹത്യ ഏറ്റവും കുറവുള്ളത് മലപ്പുറമാണ്. ആത്മഹത്യ ഏറ്റവും കുറവുള്ള രണ്ടാമത്തെ ജില്ല കാസർഗോഡാണ്. എന്തേ അതിന് കാരണമെന്ന് സർവേ നടത്തിയവർ മനസ്സിലാക്കുന്നു. ഖുർആന്റെ സന്ദേശം കേൾക്കുന്ന ആളുകൾക്ക് നിരാശ ഉണ്ടാവുകയില്ല. പാപങ്ങൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. പാപങ്ങൾ ചെയ്യാൻ പല കാരണങ്ങളാണ്. ഒന്ന്, ചീത്തയായ കൂട്ടുകെട്ട് കൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. പാപം ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമുദായത്തിൽ കൂടുതലുണ്ടോ എങ്കിൽ അതിന്റെ കാരണം ഖുർആനല്ല, ഇസ്ലാമല്ല, ചീത്തയായ കൂട്ടുകെട്ടുകളാണ്. ലഹരി ഉപയോഗിക്കുന്നവരുടെ ചുമലിൽ കൈവച്ച് അവന്റെ ക്ലബിൽ മെമ്പറായി ചേർന്നാൽ ലഹരി ഉപയോഗിക്കാൻ നമുക്ക് ഇഷ്ടം തോന്നുകയും നമ്മൾ അതിന്റെ അഡിക്റ്റായി മാറുകയും ചെയ്യും. ഖുർആനും ഇസ്ലാമും കൊണ്ട് ഒരാളും കേടുവരികയില്ല. ലം യംതഹിന്നാ ബിമാ തഅയൽ ഖൂലു ബിഹി ഹിർസൻ അലൈനാ ഫലം നിർതബ് വലം നഹിമീ തബറകല്ലാഹു മാ വഹ്യും ബിമുക്തസബി വലാ നബിയുൻ ലാ ഗൈബിൻ ബിമുത്തഹമി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദർശനം കൊണ്ട് ഒരാളും പരാജയപ്പെടുകയില്ല. ഖുർആന് കൊണ്ട് ഒരാളും തളർന്നു പോവുകയില്ല. ഖുർആന് കൊണ്ട് പ്രതീക്ഷ വളരുകയാണ് ചെയ്യുക. ഏത് പാപം ചെയ്ത മനുഷ്യനും അവനതാ നന്നാവുകയാണ്. ഫുളൈൽ ഇബ്നു ഇയാദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലയോ ഉമ്മമാരെ? വളരെ മോശമായിരുന്നു, കൊള്ളക്കാരനായിരുന്നു. വഴിയിലൂടെ കടന്നു പോകുന്ന യാത്രാ സംഘങ്ങളെ കൊള്ള അടിക്കുന്ന ആളായിരുന്നു. പക്ഷേ ആ യുവാവ് ഒരു ദിവസം ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗത്തിലെ വരികൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഞ്ഞു തറച്ചു. നല്ല വഅദുകൾ, നല്ല പ്രഭാഷണങ്ങൾ, നല്ല ലേഖനങ്ങൾ, അത് മനുഷ്യനെ വല്ലാതെ മാറ്റിയെടുക്കും. ഫുളൈൽ ഇബ്നു ഇയാദ് ഒരു ദിവസം അതാ കള്ളനായി ജീവിക്കുന്ന കാലത്ത്, കൊള്ളക്കാരനായി ജീവിക്കുന്ന കാലത്ത് ഒരു വഴിയോരത്തൊരു പ്രഭാഷണം കേട്ടു. അലം യഗ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മനുഷ്യന് എന്താണ് ഭയപ്പെടാൻ സമയമായിട്ടില്ലയോ? മരണം എന്ന് പറയുന്ന ഒരു സാധനം വരാനുണ്ട് എന്നെന്തുകൊണ്ടാണ് മനുഷ്യൻ ആലോചിക്കാത്തത്? എത്ര വലിയ പണക്കാരായാലും, ഏത് സയന്റിസ്റ്റ് ആയാലും, എത്ര സുന്ദരനായാലും ഒരു ദിവസം ആ മരണം വരുമെന്ന് എന്തുകൊണ്ട് കണ്ടുപഠിക്കുന്നില്ല? തൊട്ടടുത്ത വീട്ടിലുള്ള വലിയ മുതലാളി അറ്റാക്കായി മരിച്ചതും മറന്നുപോയോ? ഏറ്റവും വലിയ ആരോഗ്യമുള്ള, ബോക്സിംഗിൽ വലിയ പദവി ലഭിച്ച ഒരു വലിയ ബോക്സിംഗ് ചാമ്പ്യൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അറ്റാക്കായി മരിച്ചത് നിങ്ങൾ ചാനലുകളിലൂടെ കണ്ടില്ലയോ? സുബ്ഹാനല്ലാഹ്, ആ മരണം എന്നത് ഓർത്താൽ തന്നെ മനുഷ്യന്റെ കൽബ് പിടക്കും. പാപങ്ങൾ ചെയ്ത മനുഷ്യൻ ഞെട്ടും, കരയും. എന്നിട്ട് അവൻ തീരുമാനിക്കും, എനിക്കൊന്ന് നന്നാകണം. നന്നാകാനാണെങ്കിൽ ഒരു പ്രയാസവുമില്ല. വെള്ളിയാഴ്ച പുരുഷന്മാർ ജുമഅക്ക് പോകുന്നത് നന്നാകാൻ വേണ്ടിയാണ്. വലഭാഗത്ത് ഇരിക്കുന്നത് ആരാണ്? ഇടതുഭാഗത്ത് ഇരിക്കുന്നത് ആരാണ്? ആ ഇരിക്കുന്ന ആളുകളിൽ നല്ല നന്മകൾ ഉണ്ടെങ്കിൽ അവരെ അടുത്തിരിക്കുമ്പോൾ ആ നന്മയുടെ ബർക്കത്ത് നമ്മിലേക്ക് എത്തുന്നു.
നമ്മൾ വളരെ മോശമാണെങ്കിൽ, നമ്മൾ നല്ലവരുടെ അടുത്തിരുന്നാൽ നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അതാണല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്ന ആളുകളൊക്കെ നന്നാവാനുള്ള കാരണം ആ മുത്തുനബി ഏറ്റവും നല്ല ആളായിരുന്നു. ആ നാട്ടിലുള്ള ആളുകളൊക്കെ വളരെ മോശമായിരുന്നു. മുത്തുനബി ഹിറാ ഗുഹയിൽ പോയി അവിടുന്ന് അല്ലാഹുവിന്റെ വഹയി ലഭിച്ചു. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹാ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന് ആ നബിക്ക് വഹി നൽകിയപ്പോൾ ആ വഹിയോടുകൂടി ഒരു പുതിയ മനുഷ്യനെ ആ നാട്ടുകാർക്ക് ലഭിക്കുകയാണ്. ദ ഗ്ലിംസസ് ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ ജവഹർലാൽ നെഹ്റു കോട്ട് ചെയ്തു. AD 571 മുഹമ്മദ് നബി അറേബ്യയിൽ വരുന്ന കാലത്ത് ആ അറേബ്യയിലും പരിസരങ്ങളിലും നന്മയുടെ ഒരു അടയാളവും ഉണ്ടായിരുന്നില്ല. ആ കാലത്തുള്ള മതങ്ങൾ മുഴുവനും ദുർബലപ്പെട്ട സമയത്താണ് നബി വന്നത്. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അങ്ങനെ വന്ന മുത്ത് നബി വന്നു എന്ന് കേട്ടപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾ, ചില ആളുകൾ ആ നബിയെ കളിയാക്കി, ചിലർ കല്ലെറിഞ്ഞു. വേറെ ചില ആളുകൾ ആ നബിയുടെ അടുത്ത് വന്നു. എന്നിട്ട് മുത്ത് നബിയുടെ കയ്യിൽ കൈവച്ചു. ആ നബിയോട് ലോഹ്യം പറഞ്ഞു. അവിടുത്തെ മജ്‌ലിസിൽ പോയിരുന്നു. ആ ഇരുന്ന ആളുകളൊക്കെ വിജയിച്ചു. ആ വിജയിച്ച ആളുകളാണ് സ്വഹാബിമാർ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. ആ നബിയോടൊപ്പം ചേർന്ന ആളുകൾക്കാണ് സ്വഹാബിമാർ എന്ന് പറയുന്നത്. അവര് ആ നബിക്ക് ആവശ്യമായ ഒത്താശകൾ ചെയ്തു കൊടുത്തു. കാരണം പണം തീരെ ആഗ്രഹിക്കാത്ത ഒരു നബിയെ എങ്ങനെ സ്വീകരിക്കാതിരിക്കും? സുബ്ഹാനല്ലാഹ്. ആ മുത്തുനബി പണം അവരോട് ചോദിച്ചില്ല, അവരോടൊന്നും ചോദിച്ചില്ല. പിന്നെയോ അവർക്ക് വേണ്ടത് നബി അങ്ങോട്ട് നൽകി. അവരിൽ നിന്നുള്ള പാവപ്പെട്ടവരെ നബി സഹായിച്ചു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നു. ആ ജനാസയെ അടുത്ത സെക്കൻഡിൽ മണ്ണിൽ കൊണ്ടുപോയി മറവ് ചെയ്യും. ആ ജനാസ മുത്ത് നബിയുടെ കാലത്ത് പള്ളിയിൽ കൊണ്ടുവന്നാൽ ഓടി വന്ന് അവർ നബിയോട് പറയും, യാ റസൂലല്ലാഹ്, എൻ്റെ ബാപ്പയാണിത്. ഈ ബാപ്പയ്ക്ക് വേണ്ടി നിങ്ങൾ ഇമാമത്ത് നിൽക്കണം. ആര് ഭരിച്ചാലും ഇമാമത്ത് നിൽക്കുന്നത് മുത്ത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ച ആളുടെ ബാപ്പ, മരിച്ച ആളുടെ മകൻ, അവര് നിസ്കരിക്കുവാൻ അവർക്ക് അധികാരമുണ്ടെങ്കിലും അവിടെ ഒരു നല്ല തങ്ങളുണ്ടെങ്കിൽ, ഒരു ആലിമുണ്ടെങ്കിൽ, ആ തങ്ങളെയോ ആലിമിനെയോ ഇമാമത്തിന് ഏൽപ്പിക്കണം. അതായിരുന്നു മുത്ത് നബിയുടെ കാലത്തെ പതിവ്. അവര് വന്ന് പറയും, ബാപ്പ മരിച്ചിട്ടുണ്ട്, അങ്ങ് നിസ്കരിക്കണം. നബി ചോദിക്കും, ഈ ബാപ്പക്ക് വല്ല കടവും ഉണ്ടോ? മക്കള് പറയും, കടമുണ്ട്. ആ കടം വീട്ടാൻ മോനെ നിന്നെ കൊണ്ട് കഴിയുമോ? മകൻ പറയുന്നു, എൻ്റെ കയ്യിൽ കാശില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കടത്തോടുകൂടി ഈ മയ്യിത്തിനെ മറവ് ചെയ്യാൻ പറ്റില്ല. കടങ്ങൾ മുഴുവനും ആരെങ്കിലും ഏറ്റെടുക്കണം. ആ മജ്‌ലിസിൽ മുത്തുനബി ചോദിക്കും, ആരുടെയെങ്കിലും കയ്യിൽ പണമുണ്ടോ? ഒരാൾ പറഞ്ഞു, ഞാൻ ആ കടങ്ങൾ മുഴുവനും വീട്ടിക്കൊള്ളാം. അല്ലാഹുവിന്റെ റസൂൽ ആ ജനാസക്ക് വേണ്ടി നിസ്കരിക്കും. ആ മയ്യിത്തിനെ ഖബറിൽ മറവ് ചെയ്യുമ്പോൾ ആ മയ്യിത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കാൻ നബിയും കൂടെയുണ്ടാകും. അന്ന് അതായിരുന്നു അവസ്ഥ. പിന്നീട് കുറെ കൊല്ലം കഴിഞ്ഞു. പല ആളുകളും നബിക്ക് സമ്മാനങ്ങൾ നൽകും.
നാട്ടിലേതെങ്കിലും ഒരു കൃഷിത്തോട്ടത്തിൽ ഒരു കുലയുണ്ടായാൽ ആദ്യത്തെ കുല മുത്തുനബിയുടെ അടുക്കലെത്തിക്കും. അത് നബി തങ്ങൾ ശിഷ്യന്മാർക്ക്, പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും. ഏത് കൃഷിയിൽ വിളവുണ്ടായാലും ആദ്യത്തെ വിളവ് മദീനത്തെ പള്ളിയിലുള്ള മുത്തുനബിയുടെ കയ്യിലെത്തിക്കും. അതാണ് സ്വഹാബിമാർ. മുദരിസിനും മദ്രസയിലെ മുഅല്ലിമിനും ആദ്യത്തെ വിളവ് എത്തിച്ചു കൊടുക്കുന്ന വയനാട്ടിലെ ഈ മര്യാദ, അത് മദീനയുടെ മര്യാദയാണ്. ഇബ്നു അബ്ബാസിന്റെ ഹദീസിൽ കാണാം, വകാനു യുർസിലൂന ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ബാകൂറ. ആദ്യത്തെ വിളവിന് ബാക്കൂറ എന്ന് പറയും, കൈനീട്ടം. അങ്ങനെ മുത്തുനബിയുടെ അടുക്കൽ സമ്മാനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ആര് മരിച്ചാലും ആ മരിച്ച വ്യക്തിയുടെ കടങ്ങൾ അവിടുന്ന് വീടാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു വലിയ നേതാവാണ് നിങ്ങൾക്ക് നബിയായി വന്നത്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് കടമുണ്ടായാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബേജാറുണ്ടായാൽ, നിങ്ങളെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ, നിങ്ങളെ വീട് ഒലിച്ചു പോയാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ ആ പ്രയാസം മുത്തുനബി ഏറ്റെടുക്കുന്ന ആളാണ്. ആ രൂപത്തിലുള്ള പ്രവർത്തനം കൊണ്ടാണ് മദീനയിൽ ആ നബിയോട് ജനങ്ങൾക്ക് സ്നേഹമുണ്ടായത്. ആ വഴി പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്ന ആലിമീങ്ങൾ ഇന്നും ഈ കേരളത്തിൽ ഉണ്ട്. അവരോട് ജനങ്ങൾക്ക് സ്നേഹവും ഉണ്ട്. ആ വഴി പിന്തുടരുന്ന ഒരുപാട് മുതലാളിമാർ നമ്മുടെ രാജ്യത്തുണ്ട്. അവരോട് ഇന്നും ജനങ്ങൾക്ക് സ്നേഹമുണ്ട്. ആ വഴി പിന്തുടരുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അടുത്ത വീട്ടിലെ പെൺകുട്ടിക്ക് സ്വർണമില്ല, അവളെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ കയ്യിൽ സ്വർണമുണ്ട്, ഒരാഭരണം, ഞാൻ എൻ്റെ അടുത്ത വീട്ടിലെ പാവപ്പെട്ട പെൺകുട്ടിക്ക് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്ന സഹോദരിമാരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ആ നബിയുടെ മഹബ്ബത്ത് വെക്കുന്ന ആളുകൾ. അൽ മഹബ്ബ, അതാണ് ഐശോറിന്റെ അല്ലേ, അൽ മഹബ്ബ, അതാണ് മഹബ്ബത്ത്. അപ്പൊ നിരാശപ്പെടരുത്. അള്ളാഹു നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് ആ പ്രഭാഷണം കേട്ടു. ആ പ്രഭാഷണം കേട്ട് ഫുളൈല് ആ പ്രഭാഷകനോട് ബന്ധപ്പെടുന്നു. നന്നാവുകയാണ്. നന്നായി എന്ന് മാത്രമല്ല, വലിയ വലിയായി മാറി. ഔലിയാക്കളിൽ ആ മഹാൻ ഉൾപ്പെട്ടു. വെറുതെ ഒന്നും നന്നാവുകയില്ല. കുറച്ചധ്വാനമുണ്ട് വിജയിക്കാൻ, കുറച്ചധ്വാനമുണ്ട് നന്നാകാൻ. അസ്തഗ്ഫിറുല്ലാഹ് മാത്രം പോരാ, നിസ്കാരം ഖളാ ആക്കരുത്. ഉമ്മമാരെ, നിസ്കരിക്കണം, 5 നേരം നിസ്കരിക്കണം. അതുപോലെ റമദാനിടെ നോമ്പ് നോൽക്കണം. കഴിഞ്ഞ കൊല്ലത്തെ റമദാനിൽ നോമ്പ് നഷ്ടപ്പെട്ട സഹോദരിമാരുണ്ട്. ആർത്തവമായപ്പോൾ 7 നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ 7 നോമ്പ് ഇപ്പോഴും അത് കണക്ക് വെച്ച് അതോരോന്നിങ്ങനെ വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. +1-ലും +2-ലും ഡിഗ്രിയിലും പഠിക്കുന്ന പെൺകുട്ടികൾ, അവർക്കും നോമ്പ് നിർബന്ധമുണ്ടല്ലോ. അവരും ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അശുദ്ധിയുടെ കാലത്ത് നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് പിറ്റത്തെ കൊല്ലത്തെ റമദാനിന് മുമ്പ് നോറ്റു വീട്ടേണ്ടതാണ്. അതുപോലെ യാത്രാ സമയത്ത് നോമ്പ് ഉപേക്ഷിക്കാം, പിന്നീട് അത് ഖളാ വീട്ടേണ്ടതാണ്. അങ്ങനെ ആ മര്യാദകളൊക്കെ ഒരാൾ പാലിച്ചാൽ അല്ലാഹു ആ വ്യക്തിയെ ഏറ്റെടുക്കും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിരാശയില്ലാത്ത ഒരു സമുദായമായി മാറണം. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നീ മദ്യപിച്ചു പോയിട്ടുണ്ടെങ്കിൽ
ആ മദ്യപിച്ചത് വലിയ തെറ്റാണ്. മദ്യപിച്ചിട്ട് നീ പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ല എങ്കിൽ ഏതെങ്കിലും വാഹനാപകടത്തിൽ കുടുങ്ങി നിന്റെ ശരീരം അതാ വളരെ മോശമായ നിലയിൽ ആ ശരീരം അപകടത്തിൽപ്പെടും. നിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ വിലയില്ലാത്ത അവസ്ഥയിൽ നീ ആയി മാറും. സ്വർഗത്തിൽ നിനക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. മൻ ശരിബൽ ഹംറ ഫിദ്ദുനിയ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ. ഈ ദുനിയാവിൽ മദ്യം കഴിക്കുന്നവൻ, ലഹരി വസ്തു ഉപയോഗിക്കുന്നവൻ പരലോകത്തുള്ള ഏറ്റവും നല്ല പാനീയങ്ങൾ അവന് കുടിക്കാൻ കിട്ടുകയില്ല. അതുകൊണ്ട് കള്ളു കുടിച്ചവൻ പശ്ചാത്തപിച്ചും മടങ്ങണം. മാത്രവുമല്ല, എത്ര കപ്പാണോ അവൻ കുടിച്ചത്, ആ കുടിച്ചതിന്റെ എണ്ണം കണ്ട് അവൻ നല്ല വെള്ളമോ നല്ല മധുരപാനീയമോ പാവങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടത് മദ്യപാനി ചെയ്യേണ്ട കഫാറത്താണെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പൊ ദിക്ർ ഹൽഖയിലും സലാത്തിന്റെ മജ്ലിസിലും കുറേ കപ്പ് പായസങ്ങൾ ഒരാൾ നൽകുന്നു. അപ്പോഴേക്ക് നമ്മൾ പറയരുത് ഇയാൾ മദ്യപാനിയായിരുന്നു കേട്ടോ. അല്ലാത്തവർക്കും നൽകുക. പാപം ചെയ്തവൻ ആ പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം. ഗീബത്ത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആരെപ്പറ്റിയാണോ ഗീബത്ത് പറഞ്ഞത് അവന്റെ അടുക്കൽ പോയി പൊരുത്തപ്പെടിക്കണം. അവനോട് പറയണം, ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ എനിക്ക് പുറത്തു തരണമെന്ന് പറയണം. ജുനൈദുൽ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു വലിയ മഹാന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സൂഫിയാണ്, വലിയ മഹാനാണ്. ഒരു ദിവസം അദ്ദേഹം പള്ളിയിലിരിക്കുമ്പോൾ ആ പള്ളിയിൽ ഒരു യാചകൻ കടന്നു വന്നു. ജുനൈദ് ആ മനുഷ്യനെ നോക്കിയപ്പോൾ അയാൾ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്. ആരോഗ്യമുള്ള വ്യക്തികൾ എന്തിനാണ് യാചിക്കുന്നത്? അവർക്ക് അധ്വാനിക്കാൻ പോയാ പോരെ എന്ന് ചിന്തിച്ചു പോയി. അദ്ദേഹത്തിന് അധ്വാനിക്കാൻ പോയാ പോരെ, പള്ളിയിൽ വന്നിങ്ങനെ യാചിക്കണോ എന്ന് ജുനൈദിന്റെ മനസ്സിലൊരു ചിന്ത വന്നു പോയി. യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുകയില്ല. കാരണം ആ വന്ന മനുഷ്യൻ ഏത് സാഹചര്യത്തിലാണ് യാചിക്കാൻ വന്നത് എന്ന് നമുക്കറിയില്ലല്ലോ. പെട്ടെന്നൊരു വ്യക്തിയെ പറ്റി അങ്ങനെയൊന്നും വിചാരിക്കരുത്. എപ്പോഴും നല്ലതേ വിചാരിക്കാവൂ. ഹുസ്നുൽ ളന്നാണ് വേണ്ടത്, നല്ല വിചാരം. ഒരാളെയും പറ്റി മോശമായ വിചാരങ്ങൾ പാടില്ല. ജുനൈദിന്റെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരം വന്നുപോയി. സുബ്ഹാനല്ലാഹ്. പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വീട്ടിൽ പോയി. ആ വീട്ടിൽ ഉറങ്ങുന്ന സമയത്ത് അതാ ഒരു സ്വപ്നം വരുന്നു. എന്താണ് സ്വപ്നം? ഒരു വലിയ തളിക. ആ തളികയിൽ ഒരു മനുഷ്യനെ വേവിച്ചിട്ട് ആ ശരീരത്തെ ആ തളികയിൽ വെച്ച് ജുനൈദിന്റെ അടുത്തേക്ക് ഒരാൾ കൊണ്ടുവന്ന് ചോദിക്കുന്നു, ഓ മനുഷ്യ, ഈ മനുഷ്യനെ നിങ്ങൾ തിന്നുകൊള്ളണം. ജുനൈദ് അത്ഭുതപ്പെട്ടു പോയി. ഇതാരാണ്? ഇന്നലെ പള്ളിയിൽ കണ്ട വ്യക്തിയാണ്. അയാളെ ശരീരത്തെ ഒരു തളികയിൽ വെച്ച് വേറൊരാളെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കാണുന്ന സ്വപ്നം ഇത് എന്നെ ചിന്തിപ്പിക്കുന്ന സ്വപ്നമാണ്. ഇന്നലെ ഞാനൊരു മോശമായ വിചാരം അദ്ദേഹത്തെ പറ്റി വിചാരിച്ചു പോയതിനുള്ള ശിക്ഷയാണ്. രാവിലെ എഴുന്നേറ്റ് അങ്ങാടിയിലേക്ക് ഓടുന്നു. എന്നിട്ട് ആ മനുഷ്യൻ എവിടെയുണ്ട് എന്ന് അന്വേഷിക്കുന്നു. കുറെ പോയപ്പോൾ ഒരു പുഴക്കടവിൽ ആ മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ചീരയുടെ ഇല, എവിടെ നിന്നോ കൊണ്ടുവന്ന ചീരയുടെ ഇല, അത് പുഴയുടെ തീരത്ത് ആ ഇലകൾ ഇങ്ങനെ കഴുകുകയാണ്. ജുനൈദ് ചോദിക്കുന്നു, ഓ മനുഷ്യ, നിങ്ങൾക്ക് എന്താണ് ഇവിടെ ജോലി? ഇന്നലെ നിങ്ങളെ പള്ളിയിൽ കണ്ടിരുന്നല്ലോ, യാചനക്ക് വന്നപ്പോ കണ്ടിരുന്നു. ആ മനുഷ്യൻ പറയുന്നു, പണം ഇല്ല എൻ്റെ കയ്യിൽ, ഒരു കച്ചവടം തുടങ്ങാനോ ജോലി ചെയ്യാനോ ഉള്ള ആഫിയത്തുമില്ല. അവസാനം ഞാൻ എന്ത് ചെയ്യും? പച്ചക്കറിയും ഇലകളും വിൽക്കുന്ന കടയുടെ മുൻപിൽ പോകും.
അവിടെ നിന്ന് ഇങ്ങനെ പല ആളുകളും ഉപയോഗിക്കുമ്പോൾ നിലത്ത് വീഴുന്ന ഇലകൾ ഞാനത് കലക്ട് ചെയ്യും, എന്നിട്ട് അത് പുഴയിൽ കൊണ്ടുവന്ന് കഴുകും. അത് വിറ്റിട്ടാണ് എൻ്റെ ജീവിതമെന്ന മനുഷ്യൻ പറഞ്ഞപ്പോൾ ജുനൈദുൽ ബഗ്ദാദി പറയുന്നു, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, നിങ്ങളെപ്പറ്റി മോശമായൊരു വിചാരം എൻ്റെ മനസ്സിൽ വന്നുപോയി. സുബ്ഹാനല്ലാഹ്. ചീത്തയായ വിചാരങ്ങൾ എത്ര വിചാരിച്ചു പോയി നമ്മൾ, ആരെപ്പറ്റിയൊക്കെ വിചാരിച്ചു പോയി, ഏതെല്ലാം മനുഷ്യരെ പറ്റി മോശമായി വിചാരിച്ചു പോയി. ലൗലാ ഇദ് സമഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. സൂറത്തുൻ നൂർ അല്ലാഹു പറയുന്നു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി അപവാദ പ്രചരണം മദീനയിൽ നടന്നപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാകും എന്ന് ആയിഷ ബീവിയെ പറ്റി. ഖുർആൻ പറയാണ്, ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഒരു മൂമിനായ മനുഷ്യൻ കട്ടു എന്ന് നിങ്ങൾ കേട്ടാൽ നിങ്ങളത് വിശ്വസിക്കരുത്. നിങ്ങൾ ഉടനെ പറയേണ്ട മറുപടി, ഇല്ല, അയാൾ കക്കൂലാന്നേ നിങ്ങൾ പറയാവൂ. മുഴുവൻ തെളിവും നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാൽ പോലും നിങ്ങൾ അദ്ദേഹം കട്ടു എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയുന്നതിൽ ഖൈറില്ല. മറിച്ച് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി സംശയമുള്ള ആളെപ്പറ്റി പരാതി പറയാം. അത് കേസ് തെളിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്, അല്ലാതെ നിങ്ങൾക്ക് ഗീബത്ത് പറയാനല്ല, ആഘോഷിക്കുവാൻ വേണ്ടിയുമല്ല, ഒരാളെ ഐബാക്കാൻ വേണ്ടിയുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അയ്യറ അഹാഹു അലാ ഐബിൻ ലം യമുത് ഹത്താ യഅമല തിൽക ദംബ. ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ വേറൊരു മുഅ്മിനായ മനുഷ്യൻ അയാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ വഷളാക്കിയാൽ, കുറ്റപ്പെടുത്തിയാൽ, ലം യമുത്, ഈ കുറ്റം പറഞ്ഞ മനുഷ്യൻ മരിക്കൂല, ഹത്താ യഅമല തിൽക ദംബ, അതേ പാപം ഇവൻ ചെയ്തിട്ടല്ലാതെ. ഹബീബ് റസൂലുള്ളാഹി. വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅ്ളുഹും മൗലിയാഉ ബഅ്ളിൻ. സൂറത്തു തൗബയിലെ ആയത്താണ് ഞാൻ എൻ്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതിയത്. വൽമുഅ്മിനൂന, ഈമാനുള്ള പുരുഷന്മാർ, വൽമുഅ്മിനാത്ത്, ഈമാനുള്ള സഹോദരിമാർ, ബഅ്ളുഹും മൗലിയാഉ ബഅ്ളിൻ, അവർ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ഈമാനുള്ള പുരുഷന്മാർ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കണം. ഈമാനുള്ള സ്ത്രീകൾ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കണം. ഏതോ ഒരു പരിചയമില്ലാത്ത അന്യ പുരുഷനുമായി ഒരു പെണ്ണും സഹകരിക്കാൻ പോകരുത്. ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു പെണ്ണ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടു, വാട്സപ്പിൽ പ്രത്യക്ഷപ്പെട്ടു, അതിൽ സഹകരിക്കാൻ പുരുഷൻ പോകരുത്. അതൊക്കെ പിന്നീട് അപകടങ്ങളാണ്. പുരുഷൻ പുരുഷനോട് സഹകരിക്കട്ടെ, ഈമാനുള്ളവർ. സ്ത്രീകൾ സ്ത്രീകളോട് സഹകരിക്കട്ടെ, ഈമാനുള്ളവർ. ബഅ്ളുഹും മൗലിയാഉ ബഅ്ളിൻ, നന്നാവാനുള്ള വഴി മുഅ്മിനീങ്ങളുമായുള്ള ബന്ധമാണ്. ഈമാനുള്ളവരുമായി ബന്ധം വേണം. ഈമാനിനെ തകർക്കുന്ന ബിദ്അത്തുള്ളവരുമായി സഹകരിക്കരുത്. മുത്തുനബിയോടുള്ള മഹബത്താണ് ഈമാൻ. ആ ഈമാനുള്ളവരോട് സഹകരിക്കണം. ആ ഈമാൻ ഇല്ലാത്തവരോട് സഹകരിച്ചാൽ നീ അവസാനം നാറും. വൽമുഅ്മിനൂന വൽമുഅ്മിനാതു ബഅ്ളുഹും മൗലിയാഉ ബഅ്ളിൻ. നിന്റെ കയ്യിലുള്ള പണം ഒരു മുഅ്മിനായ മനുഷ്യൻ നിന്നോട് ചോദിച്ചാൽ ഒന്നുകിൽ നീ ഫുൾ അവന് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നിന്റെ കാര്യം ബേജാറാകുമെന്ന് ഭയമുണ്ടെങ്കിൽ പകുതി അവന് കൊടുക്കുക. പകുതി നീയും പകുതി അവനും. അങ്ങനെ കൊടുക്കാനും നിനക്ക് മനസ്സിന് ശക്തിയില്ലെങ്കിൽ നിനക്ക് ആവശ്യമുള്ളത് നീ എടുത്ത് മിച്ചം നീ അവന് കൊടുക്കുക. ഈ മൂന്നിലും നീ ഇല്ലെങ്കിൽ നീയും ആ മനുഷ്യനും തമ്മിൽ എന്ത് ബന്ധം? നാളെ പരലോകത്ത് അവന് സ്വർഗം ലഭിക്കുമ്പോൾ
ആ സ്വർഗത്തിൽ അവൻ ഏറ്റവും ഉന്നതമായ പദവിയിൽ നിൽക്കുമ്പോൾ നിനക്കൊരാഗ്രഹം വരും, അവൻ്റെ ഒരു ശുപാർശ എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നുവെന്ന്. നിനക്കവനൊരു ശുപാർശയും ചെയ്യുകയില്ല. കാരണം ദുനിയാവിൽ വെച്ച് ആ മുഅ്മിനായ മനുഷ്യന് നീ ഗുണം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അവൻ്റെ ശഫാഅത്ത് നിനക്ക് ലഭിക്കുകയില്ല. വൽമുഅ്മിനൂന വൽമുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. അടുത്ത വീട്ടിലുള്ള സ്ത്രീ വളരെ കഷ്ടപ്പെടുന്നു. ആ വിവരമറിഞ്ഞാൽ ഒരു ചെറിയ സഹായം നീ നൽകണം. ഇത്തഖുന്നാറ വലൗ ബിശിഖി തംറ. ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഒരു കാരക്കയുടെ ചീന്തെങ്കിലും നീ കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബിമാർ മുഴുവനും നിസ്കരിക്കുന്നവരായിരുന്നു, സകാത്ത് കൊടുക്കുന്നവരായിരുന്നു, റമദാനിൽ നോമ്പ് നോൽക്കുന്നവരായിരുന്നു, ഹജ്ജ് ചെയ്യുന്നവരായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യതീമക്കളെ നോക്കണം, മുതഅല്ലിമീങ്ങൾക്ക് ഗുണം ചെയ്യണം, പാവപ്പെട്ടവർക്ക് ഉപകാരം ചെയ്യണം. സ്വഹാബത്ത് ആലോചിച്ചു, പടച്ചവനെ സകാത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഈ പറഞ്ഞ രൂപത്തിൽ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ, എവിടുന്നാണ് എടുത്തു കൊടുക്കുക? അവസാനം ഇമാം ബുഖാരിന്റെ ഹദീസിൽ കാണാം, സ്വഹാബിമാർ അങ്ങാടിയിലേക്ക് പോകും, എന്നിട്ട് അങ്ങാടിയിൽ പോയി പണിയെടുക്കും, പണിയെടുത്തിട്ട് പണമുണ്ടാക്കും. അതുണ്ടാക്കിയിട്ട് മദീനത്തെ പള്ളിയിൽ വന്ന്, നബിയെ ഇന്ന് അധ്വാനിച്ചിട്ട് ആകെ കിട്ടിയത് ഇതാണ്, ഇത് നിങ്ങൾക്ക് ഇതാ ഏൽപ്പിക്കുന്നു. ചിലപ്പോൾ കൊണ്ടുവരുന്നത് ഒരു ഈത്തപ്പഴമായിരിക്കും. ആ ഒരു ഈത്തപ്പഴത്തിന്റെ കതറേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കിട്ടിയത് മക്കൾക്ക് ചെലവാക്കേണ്ടതുണ്ടല്ലോ, ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊടുത്തിട്ട് പിന്നെ ബാക്കി ഒരു ഈത്തപ്പഴമേ ഉള്ളൂ. അത് മുത്തുനബിന്റെ കയ്യിൽ കൊടുക്കുന്നു. സൂറത്തു തൗബയിൽ അല്ലാഹു തആല ഈ വിവരങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട്, ഇതിലേക്ക് സൂചിപ്പിക്കുന്ന വചനങ്ങൾ ഉണർത്തുന്നുണ്ട്. മാനന്തവാടി അങ്ങാടിയിൽ ഇന്ന് പണിയൊന്നുമില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ, അങ്ങാടിയിലേക്ക് ഇറങ്ങി എന്തെങ്കിലും പണി കിട്ടും. അതാണ് സ്വഹാബത്ത് ചെയ്തത്. അങ്ങാടിയിലേക്ക്, മാർക്കറ്റിലേക്ക് പോകും, അവിടെ പോയി എന്തെങ്കിലും ചാൻസ് കിട്ടും. വെറുതെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകാനും ലോറി കയറ്റാനും ഒക്കെ ഉണ്ടായിരുന്നു, ഒന്ന് സഹകരിച്ചു തരുമോ? നമ്മൾ എന്തെങ്കിലും ഒരു പണി കിട്ടാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ആചാര്യ പറയുകയാണെങ്കിൽ ഞാൻ വരാം. അൽഹംദുലില്ലാഹ് അന്നത്തേക്കുള്ള മഈശത്തിൽ കിട്ടി. രണ്ടാമത്തെ ദിവസവും മാർക്കറ്റിൽ പോയി, പിന്നെ അത് സ്ഥിരം പതിവായി, നല്ല ജോലിക്കാരനായി. അങ്ങനെ പിന്നെ അവൻ കുറെ ജോലിക്കാർ നോക്കുന്ന ഒരു മേസിരിയായി, സൂപ്രണ്ടായി. അല്ലാഹു നിഅമത്ത് ഇങ്ങനെ തരും. അങ്ങാടിയിലേക്ക് നല്ല നിയ്യത്തോട് കൂടി പോയാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എൻ്റെ വീട്ടിലേക്ക് ഒരു സഹോദരി വന്നു. ആ സഹോദരിയുടെ കയ്യിൽ ഒരു മകളും ഉണ്ട്. ആ മകളെങ്ങനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഒരു സഹോദരി എൻ്റെ വീട്ടിലേക്ക് വന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് എനിക്ക് ഓർമ്മ വന്നു പോയി. ഇത്തഖുന്നാറ വലൗ ബിശിഖി തംറ. നരകത്തെ തൊട്ട് കാവൽ ലഭിക്കണമെങ്കിൽ ഒരു ഈത്തപ്പഴമെങ്കിലും ധർമ്മം ചെയ്തുകൊണ്ട് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷ നേടുവീൻ എന്ന ഹദീസ് എൻ്റെ ഓർമ്മയിൽ വന്നു. അള്ളാഹുവിന്റെ ഹബീബ് എന്നോട് പറയും, ആയിഷ നീ സദഖ ചെയ്യണം കേട്ടോ എന്ന് പറയും. ഞാൻ അന്ന് എൻ്റെ കയ്യിലുള്ള ആ കാരക്കച്ചവടം എടുത്ത് ആ സഹോദരിക്ക് നൽകിയപ്പോൾ ആ സഹോദരി അത് കുഞ്ഞിൻ്റെ വായിലിട്ട് കൊടുത്തു. അത് 2 കഷണമാക്കിയിട്ട് ഒരു കഷണം കുഞ്ഞിൻ്റെ വായിലിട്ട് കൊടുത്തു. ആ കുഞ്ഞ് തിന്നു. ആ കുഞ്ഞ് രണ്ടാമത്തെ ചീന്ത് കിട്ടാൻ വേണ്ടി ആയിഷ ആ സഹോദരിയുടെ നേരെ കൈ നീട്ടിയപ്പോൾ ആ പാവപ്പെട്ട സഹോദരി ആ ബാക്കിയുള്ള ചീന്ത് കൂടി ആ കുഞ്ഞിൻ്റെ വായിലിട്ട് കൊടുത്തു. ആ ഉമ്മ ഒന്നും കഴിച്ചില്ല. മക്കൾക്ക് രണ്ട് അത് ഈത്തപ്പഴത്തിന്റെ 2 കഷ്ണവും കൊടുത്തു. ആയിഷ ബീവി പറയാണ്, ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. വൽമുഅ്മിനൂന
വൽമുഅ്മിനാത്തു ബഅ്ളുഹും ഔലിയാഉ ബഅ്ളിൻ. എന്നിട്ട് ഖുർആൻ പറയുന്നു യഉമുറൂന ബിൽ മഅറൂഫി, നല്ല കാര്യങ്ങൾ മുഅ്മിനീങ്ങൾ പരസ്പരം ഉപദേശിക്കും. മുഅ്മിനീങ്ങൾ നല്ല കാര്യങ്ങൾ ഉപദേശിക്കും. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നു, പള്ളികളിൽ ചെന്ന് നോക്കിയാൽ അവിടെ കുറേ തെറ്റുകൾ കാണാം. ആ തെറ്റുകൾ കണ്ടാൽ പള്ളിയിൽ പോകുന്നവർ അത് തിരുത്തണം. അങ്ങാടിയിൽ പോകുമ്പോൾ അവിടുത്തെ തെറ്റുകൾ കാണാം, അത് കണ്ടാൽ അവിടെ തിരുത്തണം. ഭാര്യയിൽ തെറ്റുകൾ കണ്ടാൽ ഭർത്താവ് തിരുത്തണം. ഭർത്താവിൽ തെറ്റുകൾ കണ്ടാൽ ഭാര്യ ഉണർത്തണം. എന്നിട്ട് ഇമാം ഗസ്സാലി പറയുന്നു, പള്ളിയിലുള്ള വലിയൊരു തകരാറ്, നിസ്കരിക്കുന്ന ചില ആളുകൾക്ക് തുമഅനീനത്ത് ഇല്ല, റുകൂഇൽ അടങ്ങി താമസിക്കുന്നില്ല. അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അങ്ങനെ കണ്ടാൽ ആ കണ്ട മനുഷ്യൻ തുമഅനീനത്തില്ലാതെ റുകൂഇലും സുജൂദിലും അടങ്ങി താമസിക്കാതെ ഒന്ന് കൊത്തി മെല്ലെ അങ്ങ് പൊങ്ങുന്നത് കണ്ടാൽ നിസ്കാരം കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ അവന്റെ ചെവിയിൽ മന്ത്രിച്ചു കൊടുക്കണമോ, സഹോദര, നിന്റെ നിസ്കാരം ബാത്തിലാകുന്ന പ്രവർത്തനമല്ലേ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ അവന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. അത് പറയുന്നില്ലെങ്കിൽ യഉമുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി എന്ന പട്ടികയിൽ ഉൾപ്പെടാതെ ആയി പോകും. അതുപോലെ നിസ്കാരവും മറ്റ് ഇബാദത്തുകളും ഭാര്യയിൽ അത് കാണുന്നില്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞു കൊടുക്കണം, ഭർത്താവിൽ കാണുന്നില്ലെങ്കിൽ ഭാര്യ പറഞ്ഞു കൊടുക്കണം, കൂട്ടുകാരൻ ചെയ്യുന്നില്ലെങ്കിൽ കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കണം. പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നത് കണ്ടാൽ അത് വളരെ സൗമ്യമായി തിരുത്തണം. കയ്യാങ്കളി ഉണ്ടാക്കുന്ന രൂപത്തിൽ തിരുത്താൻ പോകരുത്. ഗസ്സാലി ഇമാം ഇഹ്യയിൽ പറയുന്നു, ഭരണാധികാരിയും ഗവൺമെന്റും ചെയ്യേണ്ട തിരുത്തലുകൾ സാധാരണക്കാരൻ തിരുത്താൻ പോകരുത്. ഭരണാധികാരികളൊക്കെ അതിന് അധികാരമുള്ളൂ എങ്കിൽ അത് അത്തരം കേസുകൾ മനുഷ്യൻ സാധാരണക്കാരൻ ചെയ്യരുത്. പിന്നെയോ അവിടെ എന്തു വേണം? അത് പറഞ്ഞാൽ മതി, തിരുത്താൻ പോകേണ്ടതില്ല. ഇങ്ങനെ ഒരുപാട് മര്യാദകൾ ചെയ്തുകൊണ്ട് പരസ്പരം ഉണർത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയും വയുഖീമൂന സ്വലാഹ്, നിസ്കാരം ടൈമിന് നിർവഹിക്കുകയും വയുതൂന സകാത്ത, സകാത്ത് എന്ന കടമ നിർവഹിക്കുകയും വയുതീഊനല്ലാഹ വറസൂലഹു, അല്ലാഹുവിന് വഴിപ്പെടേണ്ട ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതിലൊക്കെ വഴിപ്പെടുകയും മുത്ത് റസൂലിന് വഴിപ്പെടുകയും ചെയ്താൽ ഉലൈക സയർഹമുഹുമുല്ലാഹ്, അല്ലാഹു അവന്റെ റഹ്മത്ത് ഇവർക്ക് ചൊരിച്ചു കൊടുക്കും. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും വീഴ്ച വരുത്തിയാൽ അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യങ്ങളുടെ അളവ് കുറയും. നമുക്ക് ലഭിക്കുന്ന കാരുണ്യങ്ങൾ നമുക്ക് കിട്ടാതെയാകാനുള്ള കാരണം ഈ പറഞ്ഞതിന്റെ അളവ് എവിടെയോ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ചാൽ വിജയം ലഭിക്കുന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പാവപ്പെട്ട യതീം കുട്ടികളെ വളർത്തുന്നത്, അഗതികളെ സംരക്ഷിക്കുന്നത്. ആ ബാധ്യത ഉസ്താദിൻ്റെതല്ല, നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. നിങ്ങൾ കണ്ടില്ലേ, ബത്തേരിയിൽ ബഹുമാനപ്പെട്ട ജമാൽ സാഹിബിന്റെ നേതൃത്വത്തിൽ ഉള്ള മുട്ടിൽ ഓർഫണേജ് വർഷങ്ങളായി നടക്കുന്ന ആ സ്ഥാപനം എത്ര പാവങ്ങളെയാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ബത്തേരിയിൽ ചിറക്കമ്പത്ത് പെൺകുട്ടികളെ ഓർഫണേജ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ നടത്തുന്നു. എത്രയോ പെൺകുട്ടികൾ അവിടെ അഭയം പ്രാപിക്കുന്നു. അവരെ നോക്കേണ്ട സമയത്ത് നോക്കാതെ, സംരക്ഷിക്കേണ്ട സമയത്ത് സംരക്ഷിക്കാതെ മാറി നിന്നാൽ എന്താണ് നമുക്ക് നഷ്ടമെന്ന് ചോദിച്ചാൽ റബ്ബിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാതെയായി പോകും. ആ റബ്ബിന്റെ കാരുണ്യം ഏറ്റവും ആവശ്യമുള്ള സമയം ഈ ലോകമല്ല, രണ്ടാം ലോകമാണ്.
ഈ ഒന്നാം ലോകത്ത് അള്ളാഹു എല്ലാവർക്കും ഗുണം ചെയ്യും. ഇവിടെ നിസ്കരിക്കാത്തവർക്കും ഗുണം ലഭിക്കും, നിസ്കരിക്കുന്നവനും ഗുണം ലഭിക്കും, നോമ്പ് നോറ്റവർക്കും ഗുണം ലഭിക്കും, നോൽക്കാത്തവർക്കും ഇവിടെ ഗുണം ലഭിക്കും. മരണപ്പെട്ടതിന് ശേഷമുള്ള ജീവിതം വളരെ വലിയ ജീവിതമാണ്. ഞാനൊരു സ്ഥലത്ത് പരലോക ജീവിതത്തെ സംബന്ധിച്ചുള്ള പ്രസംഗം നടത്തി. ആ പ്രസംഗമെല്ലാം കേട്ടപ്പോൾ പിറ്റേന്നൊരു സഹോദരി എന്നോട് വിവരം ചോദിച്ചു. ഇതൊക്കെ പോയി കണ്ട ആരെങ്കിലും ഉണ്ടോ? ഖബറിലെ ജീവിതത്തെ പറ്റി പറഞ്ഞപ്പോൾ ഖബറിലെ ജീവിതമൊക്കെ ആരോ കണ്ടവരുണ്ടോ? നരകത്തിന്റെ ശിക്ഷയെ പറ്റി പറയുമ്പോൾ ആ നരകത്തിന്റെ ശിക്ഷ അനുഭവിച്ചിവിടെ വന്നവരാരോ ഉണ്ടോ? ആ സഹോദരി ചോദിച്ചത് വളരെ നല്ല ചോദ്യമാണ്. യുക്തിവാദം കൊണ്ട് ചോദിച്ചതല്ല, സംശയം കൊണ്ട് ചോദിച്ചതാണ്. ആ സ്ത്രീക്ക് കൂടി ഉപകാരപ്പെടുന്ന ഒരു പ്രഭാഷണം പിന്നെ നടത്തി. എന്താണത്? സുബ്ഹാനല്ലാഹ്, ഖബറിലെ ജീവിതവും പരലോകത്തെ ജീവിതവും നമ്മളാരും ഇതുവരെ കാണാത്തതും അനുഭവിക്കാത്തതുമായതുകൊണ്ട് അത് ഉണ്ടാകൂലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ നമ്മളെ ഉമ്മമാരുടെ ഗർഭാശയത്തിൽ കഴിഞ്ഞവരാണ്. 9 മാസവും 9 ദിവസവും 9 മിനിറ്റും 9 സെക്കൻഡും ഉമ്മയുടെ ഗർഭത്തിൽ നാം താമസിച്ചിട്ടുണ്ട്. ആ താമസിച്ച കാലഘട്ടത്തിന്റെ വല്ല ഓർമ്മകളും ഇവിടെ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ട്? ഉമ്മാന്റെ വയറ്റിൽ ഏത് ഭാഗത്താ കിടന്നത്? എത്ര കാലാ കിടന്നത്? എപ്പോഴങ്ങോട്ട് പോകുന്നത്? എന്തെങ്കിലും വിവരം ഓർമ്മ ഉണ്ടോ? അതുകൊണ്ട് ഉമ്മയുടെ ഗർഭത്തിൽ ഞാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ എവിടെ നീ വിവരം കിട്ടി? ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. റജബ് 27 അന്ന് രാത്രി മുത്ത് റസൂൽ മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് ആകാശ ലോകത്തേക്കും പര്യടനം നടത്തിയപ്പോൾ അവിടെ സ്വർഗം കണ്ടു, നരകം കണ്ടു. ആ സ്വർഗം കണ്ടതും നരകം കണ്ടതും ആ മുത്തുനബി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ തെളിവ്. ആ നബി കളവ് പറയുകയില്ല. സൂര്യന്റെ ചുറ്റും കറങ്ങുന്ന 9 ഗ്രഹങ്ങൾ, അതിലൊന്നാണ് ഭൂമി, വേറൊന്നാണ് വ്യാഴം. ആ വ്യാഴത്തിൽ തീജ്വാലകളാണ്. വ്യാഴം നിറയെ തീജ്വാലകളാണ്. ചൊവ്വ എന്താണ് അവിടുത്തെ ഹാല് എന്ന് പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയ സാറ്റലൈറ്റ് അവിടെ എത്താതെ തിരിച്ച് താഴോട്ട് വരികയാണ്. ചന്ദ്രനിലേ പോയിട്ടുള്ളൂ, ബാക്കി ഗ്രഹങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഈ ഭൂമിയുടെ എത്രയോ വലിപ്പം, ഇരട്ടി വലിപ്പമുള്ള ആ ഗ്രഹങ്ങളിൽ എന്താണുള്ളത് പറയാൻ നമുക്ക് കഴിയില്ല. ശാസ്ത്രം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാഴത്തെ പറ്റി പഠിച്ചു. സൂര്യന്റെ ചുറ്റും ഒരു തവണ കറങ്ങാൻ വ്യാഴത്തിന് 12 കൊല്ലം വേണം. അതുകൊണ്ടാണ് ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയും 12 കൊല്ലത്തിന്. ആ വ്യാഴത്തിൽ മുഴുവനും തീയാണ്. ഒരുപക്ഷെ അതായിരിക്കും നരകം, നമുക്കറിയില്ല. അതുകൊണ്ട് സാധുക്കളായ നാം നമ്മളെ ഈമാൻ നാം കാത്തു സൂക്ഷിക്കുകയും അല്ലാഹുവിൽ വിശ്വാസമർപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് അംഗീകരിച്ച് ആ നബിയുടെ സ്വഹാബിമാരെ ബഹുമാനിച്ച് അവരുടെ തലമുറയായി വന്ന അഹ്ലു ബൈത്തിനെയും ഉലമാക്കളെയും ആദരിച്ച് വിജയിക്കുന്ന പട്ടികയിൽ നമ്മളൊക്കെ ഉൾപ്പെടണം. റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട നല്ല ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുണ്ട്. മൈക്കും എല്ലാം ചെലവ് തന്നെയാണ്. വലിയ പെട്ടിയൊക്കെ ഇവർ കൊണ്ടുവന്നാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ പരിപാടിയിലേക്ക് നല്ല സംഭാവനകൾ സ്ത്രീകളുടെ ഭാഗത്തേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. അവരും പുരുഷന്മാരൊക്കെ നല്ല സഹായം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ പ്രഭാഷണം നീട്ടുന്നില്ല. നമുക്ക് ഫാത്തിഹ ഓതി ചൂരൽമലയിലെ ആ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി, അതുപോലെ നമ്മളെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഖബറിൽ കഴിയുന്ന ആളുകൾ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആളുകളെ പോലെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു ഫാത്തിഹ ഓതിയാൽ, ഖുർആൻ ഓതിയാൽ, ഒരു സദഖ ചെയ്താൽ അതുകൊണ്ടുള്ള ഉപകാരം എനിക്ക് ലഭിക്കുമല്ലോ
എന്ന് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നവരാണ്. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ അവർ വളരെ അധ്വാനിച്ചാണ് നമ്മെ പോറ്റി വളർത്തിയത്. അവരുടെ പ്രേരണ കൊണ്ടാണ് മദ്രസയിൽ പഠിച്ചത്. രോഗമായ സമയത്ത് അവരുടെ ചുമലിൽ എടുത്തു വെച്ചുകൊണ്ടാണ് നമ്മ ആശുപത്രിയിൽ കൊണ്ടുപോയത്. അവർ മരിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം അവരെ വായിൽ ഉറ്റിച്ചു കൊടുക്കാൻ പോലും കഴിയാതെ മരിച്ചു പോയവരുണ്ട്. അവരെ ഖബറിന്റെ അടുക്കൽ സ്ഥിരമായി പോകാൻ കഴിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോലും സമയം കിട്ടാത്തവരുണ്ട്. അതെല്ലാം പരിഹരിക്കാനുള്ള മജ്‌ലിസാണ് യതീം കുട്ടികളുടെ ഈ മജ്‌ലിസ്, മുതഅല്ലിമീങ്ങളുടെ ഈ മജ്‌ലിസ്. ഈ മജ്‌ലിസിൽ അവസാനമുള്ള ദുആയിൽ പങ്കാളികളാകണമെന്ന വിചാരത്തോടുകൂടി നിങ്ങളൊക്കെയും നല്ല സംഭാവനകൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അർഹമുർ റഹീമീനായ രാജസയ്യിദായ പടച്ചവനെ, നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് ഞങ്ങളെല്ലാവരുടെയും ഖൽബിൽ നീ ഏറ്റിത്തരണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ ഓതി ദുആ ചെയ്യാമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. പാവപ്പെട്ട കുട്ടികൾക്ക് 2 വിദ്യാഭ്യാസവും നൽകുക മാത്രമല്ല, അവരെ ഗവൺമെന്റ് സർവീസിൽ തന്നെ ചേരാൻ പ്രോത്സാഹനം നൽകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. ഒരുപക്ഷെ വയനാട് ജില്ലയിൽ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ വളരെ കുറവായിരിക്കും. ഈ ഒരു സ്ഥാപനം മാത്രം പോരാ. മാനന്തവാടിയിൽ ഇപ്പോൾ അടുത്ത് ഓക്സിജൻ പ്ലാന്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ 1 മാസം മുമ്പ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നടത്തിയപ്പോൾ ആ പരിപാടി മുഴുവനും വിജയിപ്പിച്ചത് നല്ലവരായ നമ്മുടെ സഹോദരന്മാരാണ്, സഹോദരികളാണ്, സുഹൃത്തുക്കളാണ്. ഇൻഷാ അല്ലാഹ് അതുപോലെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ മർക്കസിന്റെ കീഴിൽ, നമ്മുടെ സംഘടനയുടെ കീഴിൽ, നമ്മുടെ പ്രവർത്തകന്മാരുടെ സഹകരണത്തോടുകൂടി നടത്താനുണ്ട്. അതൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി, വിജയിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്